മീഡിയക്കാരല്ല. ഒന്ന്, ഈ സലീംകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി വി.ഡി. സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്നൊരു ദൃശ്യം ഞാൻ കണ്ടു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? പൂർണ്ണമായിട്ട് ഓൺലൈൻ. ഞാൻ അതിനകത്തൊരു ക്ലാരിഫൈ, ഞാനത് മീഡിയ സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തി അല്ലല്ല, അതിൽ ഇന്നലെ ക്ലാരിഫൈ ചെയ്യണോ ഒരാൾ പറഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീംകുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഈ ഒരു ആങ്കറിനെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാട്ടോ. കാരണം ഇദ്ദേഹത്തിൻ്റെ ശൈലി, ഇദ്ദേഹം ആങ്കർ ചെയ്യുന്ന രീതി, സംഭാഷണം ഒക്കെ എനിക്കിഷ്ടമാണ്. എല്ലാതൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ആൾക്കാരെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള, എന്നാൽ നമുക്ക് ബോറടിക്കാത്തൊരു ആങ്കറാണ് കേട്ടത്. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആങ്കറിൽ ഒരാളാണ് കേട്ടോ. ഇവിടെ ഈ ശ്രീകണ്ഠൻ നായർ ഈ ഒരു ഷോയിൽ ഇന്നലെ കണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ന്യൂസ് ചാനൽ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് പറയണം തോന്നിട്ടോ. കാരണം ഇദ്ദേഹം പറയുന്നത് 100% ശരിയാണെന്നാണ് കേട്ടോ. 100% ശരി തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സലീംകുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ ഉണ്ടായ ഒരു പ്രശ്നം മൂലമാണ് ഈ ഒരു സംഭാഷണം കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. സലീംകുമാർ എന്ന നടൻ്റെ മകൻ ചന്തു സലീം സോഷ്യൽ മീഡിയക്കാരോട് അതായത് രോഷമായിട്ട് പറയുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയക്കാർ മാത്രമല്ല, നമുക്ക് ഈ വീഡിയോസിൻ്റെ പുറകുവശത്ത് നോക്കിയാൽ കാണാം, ഇവിടെ സോഷ്യൽ മീഡിയാസ് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഫോണും പിടിച്ച് കൂടുതൽ എടുക്കുന്നത്. ഞാൻ പറയാം, സോഷ്യൽ മീഡിയക്കാരെ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നല്ലത് വരുന്ന സമയത്തും സോഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരിത് വരുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ ഒരു ആങ്കർ പറയുന്നുണ്ട്, അതായത് ഒരു മരണ വീട്ടിൽ സെലിബ്രിറ്റികളെ വരുന്ന സമയത്ത് അവരെ കാണാനാണ് ജനങ്ങൾ നിൽക്കുന്നത്. ആ ഒരു പോണ സമയത്ത്, ഒരു നടനങ്ങനെ പോണ സമയത്ത് ഫോട്ടോ എടുക്കാനും കൈ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും ശരി, യൂട്യൂബിലായാലും ശരി, നടന്നു പോകുമ്പോൾ എൻ്റെ അമ്മോ, എന്താ പറയുക, അവർക്കൊരു ആഗ്രഹമാണ്, അത് അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കും കൈ കൊടുക്കാനും. അവർ തമ്മിൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, അയ്യോ, നടനെ കണ്ട ഒരു സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെ. ഞാൻ ഈ ഒരു ആങ്കറിൻ്റെ അഭിപ്രായത്തിനോട് മാത്രമാണ് ഞാൻ 100% യോജിക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. എല്ലാ സോഷ്യൽ മീഡിയക്കാരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ നല്ലവരായ സോഷ്യൽ മീഡിയക്കാരുണ്ട്, അതായത് ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി അവരെ ദ്രോഹിക്കുന്ന കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളുണ്ട്. ഞാൻ അവരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു ആങ്കറിൻ്റെ അഭിപ്രായത്തിനോട് മാത്രമാണ് ഞാൻ 100% യോജിക്കുന്നു എന്ന് പറയാൻ കാരണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, അതായത് എല്ലാ സോഷ്യൽ മീഡിയക്കാരും ഇത്തരത്തിലുള്ളവരല്ല, നല്ലവരായ സോഷ്യൽ മീഡിയക്കാരുണ്ട്. അതായത് ഫ്ലഡ് വന്ന സമയത്തും, അതുപോലെ തന്നെ ഫ്ലഡ് വന്ന സമയത്തും, വയനാട് ദുരന്തമുള്ള സമയത്തും, എന്ത് ദുരന്തമായിക്കോട്ടെ, ഏതൊരു അസുഖമായിക്കോട്ടെ, അവിടെ പോയി നമുക്ക് ആ അറിവ്, അവിടെ ആർക്കൊക്കെ എന്തൊക്കെ പറ്റി, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് നമുക്കത് അറിയാനുള്ള കാരണം. ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ടുകൾക്കൊന്നും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയക്കാർ പോവും. അതുകൊണ്ട് നമ്മൾ എത്രയോ ന്യൂസ് അറിയുന്നുണ്ട്. അപ്പോൾ ഇവരെ അങ്ങനെ താരതമ്യേന കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ.
പിന്നെ ഒരു കാര്യം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ആങ്കർ, അതായത് സോഷ്യൽ മീഡിയക്കാരെ കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നടൻ ഒരു നടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 12 മണിയാകുമ്പോഴും രാവിലെ ആണെങ്കിൽ ഉച്ചങ്ങൾ ഈ ഒരു നടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് ആരും പറയില്ലല്ലോ. അവർ പറയാതെ ഈ ഒരു സോഷ്യൽ മീഡിയക്കാർ അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കാം, വിളിക്കാതെ അവർ പോകത്തുണ്ടാവില്ല. പോണവരുണ്ടായിരിക്കാം, വിളിക്കാതെ പോണവരുണ്ട്, ഭാഗ്യവശാൽ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ടും ഇവരെയാണ് കുറ്റം പറയുക, ഇവർ നന്നാവുകയും ചെയ്യും. ഇവിടെ ഞാൻ ആരെയും അപമാനിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറയല്ല. ഞാൻ ഈ ഒരു ആങ്കർ പറഞ്ഞതിൻ്റെ ഈ ഒരു അഭിപ്രായത്തോടാണ് ഞാൻ 100% യോജിച്ചു എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാവരും ഒരേ സോഷ്യൽ മീഡിയക്കാരല്ല, സഹായം ചെയ്യുന്ന സോഷ്യൽ മീഡിയക്കാരുണ്ട്, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്ന സോഷ്യൽ മീഡിയക്കാരുണ്ട്. ഏതൊരു ന്യൂസ് ആയിക്കോട്ടെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഫ്ലഡിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് വിവരങ്ങൾ കൊടുക്കാനൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ആണ് ഹെൽപ്പായിട്ടുള്ളത്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഓക്കെ, ബൈ.